ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ കേട്ടോ. അപ്പോൾ കൂന്തൽ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഇത്രയും വെളുത്തുള്ളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് അത്യാവശ്യം വലിയ ചീരുള്ളിയാണ്. അപ്പോൾ അത് ചീരുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക് എടുക്കാൻ മറന്നു, അത് എടുക്കാം. ഒരു 2 പച്ചമുളക് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാള, അതിൻ്റെ പകുതി ഉള്ളൂ കേട്ടോ. ചെറിയ സവാളൻ്റെ പകുതി ഉള്ളേ, അതും കൂടെ പച്ചമുളക് എടുത്തിട്ട് വരാം. അപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ട് 2 എടുത്തത്. പിന്നെ തക്കാളി, ഒരു പാകത്തെ വലിപ്പത്തിലുള്ള 2 തക്കാളി. പിന്നെ ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള വേറൊരു സംഗതി ഉണ്ട്. അത് നിങ്ങളെ വീട്ടിലുണ്ടോയെന്ന് പറയണേ. ഈ ഒരു ചപ്പ് കണ്ടോ, ഇതൊരു കാണാൻ വിലയില്ലാത്തൊരു ചപ്പ്. ഓക്കെ, കണ്ടോ ഈ ഒരു ചപ്പ് കേട്ടോ, നല്ലൊരു ചപ്പിൻ്റെ ഫോട്ടോ. ഓക്കെ, ഇത് ഓക്കെ, ഈ ഒരു ചപ്പ് ഇത് ഭയങ്കര ഒരു നല്ലൊരു മണമാണ് കേട്ടോ. ഇത് അതിൻ്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്. എന്താ പിന്നെ കറിവേപ്പിൻ്റെ അല്ല, അത് പിന്നെ ഒഴിച്ചുവിടാൻ പറ്റില്ലല്ലോ, അതുണ്ട്. ഇപ്പം നമുക്ക് എളുപ്പത്തിലൊക്കെ കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ ചട്ടിയിലല്ല ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് വാട്ടിക്കാണ്ട് അരക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാ വെച്ചാൽ അപ്പം ഞാൻ പിന്നെ ഒരു കോളെന്നൊക്കെ കട്ടായി. അപ്പോൾ ഓക്കെ, അപ്പം ഞാനില്ലേ ഇതിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് വാട്ടുന്നു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് മതി. പിന്നെ എല്ലാം കൂടി ഒപ്പിട്ടുകൊണ്ട് ഒന്ന് വാട്ടണം. ഈ ചീരുള്ളി ഇങ്ങനെ 2ആയിട്ട് മുറിക്കട്ടോ. കാരണം എന്താ വെച്ചാൽ അത് ഒന്ന് വാടി കിട്ടും വേണ്ടേ. പിന്നെ തോനെ ചെറുതാക്കൊന്നും വേണ്ട, നമുക്കിത് അരക്കാനുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ ഒക്കെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പച്ചമുളക് ഇങ്ങനെ ഇട്ടാലും മതി. പിന്നെ ഈ ഇല ഇങ്ങനെ മുറിച്ചുകൊണ്ട് അതുകൊണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എന്താ വെളുത്തുള്ളി, ഇനി നമ്മളതിലേക്ക് വെളുത്തുള്ളി ഒന്ന് ചോർത്ത് കൊടുക്കാം, വേറെ എക്സ്ട്രാ. ഓക്കെ, അപ്പോൾ പിന്നെ 2 ഇഞ്ചിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇറക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ വാടിക്കോട്ടെ കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഉപ്പ് കൊടുത്തു. വാടിക്കോട്ടെ, നല്ലോണം ഒന്ന് വാടിക്കോട്ടെ, എന്തെങ്കിലും ടേസ്റ്റ് കിട്ടും. നല്ല മതി കേട്ടോ. നല്ല വാടിയ മതി. അപ്പൊ ഞാൻ ഇത്ര തന്നെ ആക്കിയിട്ടുള്ളൂ കേട്ടോ, ഒന്നങ്ങനെ വാടിയിട്ടുള്ളൂ. ഇനിയിപ്പോ എന്താ വെച്ചാല് നമ്മളെ പിന്നെ കൂന്തലിൽ ഇട്ടുകാണ്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കൂല, നല്ലോണം വേവും. അപ്പൊ അത്രയും മതി, അതിന് പച്ചമണം മാറിയാൽ മതി കേട്ടോ. അപ്പൊ ഞാനിത് മിക്സിന്റെ ജാർക്ക് ഇത് എടുക്കണേ. എന്നിട്ടത് നല്ലോണം ഗ്രൈൻഡ് ചെയ്യണം. ഒന്ന് ചൂടാറിയിട്ട് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ മിക്സിന്റെ പിന്നെ മൂക്സൊക്കെ പോയി കിട്ടും. അപ്പൊ ഒന്ന് ചൂടാറാൻ വെക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് റോസ്റ്റ് ഉണ്ടാക്കട്ടോ. അപ്പോൾ നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി അരിഞ്ഞു വെച്ചോളും.
ഇനി നമുക്ക് ആവശ്യമുള്ളത് പിന്നെ ചട്ടി ഒന്ന് ചൂടാവണം. എന്നിട്ട് നെയ്ക്ക് വെളിച്ചെണ്ണ വെക്കട്ടോ. മീൻ പൂച്ചങ്ങനെ കറിയുണ്ട്, മീൻ കിട്ടുമോ കരുതിയിട്ട്, പക്ഷെ കിട്ടൂല. കുറച്ച് ചൂട് കയറിയോ സംശയം. കുഴപ്പമില്ല, നമുക്ക് ലേസം വെളിച്ചെണ്ണ വയ്ക്കതേക്ക്. ഓക്കെ, കുറച്ച് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആ ചൂടായ വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് ഈ ഇതുണ്ടല്ലോ തക്കാളി, കേട്ടോ 2 തക്കാളിയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നല്ലോണം നമ്മളൊരു വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിലേ അപ്പം ഇല്ലാത്ത കോളുകൾ ഉണ്ടാവില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് IDFC ബാങ്കിൽ നിന്ന്, പിന്നെ ബജാജ് ഫിനാൻസിൽ നിന്ന്, പിന്നെ ജിയോന്ന്, പിന്നെ വിളിച്ച് പിന്നെ അനിയത്തി ഒന്ന് വിളിച്ചു, പിന്നെ മീഷോൻ്റെ ഇതിൽ നിന്ന്, അങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് ഒന്നായിട്ട് വിളി തന്നെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓൺ വോയിസ് ആണ് നിർത്തിയിട്ട് ഇനി റെക്കോർഡ് ചെയ്യാമെന്ന് കരുതി. അപ്പം നമ്മളെ തക്കാളിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഞാൻ പൊടികളൊക്കെ ഒന്ന് ഇടുകയാണേ. ഒന്നുമില്ല, വെറും മഞ്ഞപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ഇത്ര തന്നെ ഇടണുള്ളൂ. പിന്നെ ഉപ്പ് അതിൽ തക്കാളിയിലോട്ട് നമ്മൾ ഇട്ടിട്ടില്ലല്ലോ, അപ്പം അതിലോട്ട് ഉപ്പും ലേശം ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ സത്യം പറഞ്ഞാൽ ഉച്ചക്കും രാത്രിക്കും കൂടി വെച്ചിട്ട് ഉച്ചക്ക് മാത്രമേ അത് തികഞ്ഞുള്ളൂ. ബാക്കിയുള്ളത് പിന്നെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കുറേ അധികം മസാല ഇട്ട് നമ്മൾ ഉണ്ടാക്കണേക്കാളും പിന്നെ കുറച്ച് മസാല ഇട്ടിട്ട് ആ ഒരു ഫിഷിൻ്റെ ഏത് ഫിഷാണെങ്കിലും അതിൻ്റെ ഒരു രുചി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ അതിൻ്റെ പച്ചമണം മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു അരപ്പും പിന്നെ അതുപോലെ കുറച്ച് വെള്ളം, അതായത് നമ്മൾ ഈ അരപ്പ് അരച്ചില്ലേ ആ ജാറൊന്ന് കഴുകിയിട്ട് ഒരു വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 2 കയ്യിൽ അങ്ങനെയൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മളെ ഈ കൂന്തൽ എന്ന് പറഞ്ഞാൽ നല്ലോണം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ പ്രത്യേകിച്ച് അതിലോട്ടൊരു വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവൂല കേട്ടോ. അപ്പോൾ പിന്നെ ജാറിൽ അത് അരക്കണോണ്ട് ആ ജാറിൽ പറ്റി പിടിച്ചിട്ട് ആ ജാറ് നമ്മളൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മളങ്ങനെ അതിലോട്ട് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം ഈ കൂന്തൽ അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഞാൻ അതിലോട്ട് പറഞ്ഞു. ഇത്ര തന്നെ വെള്ളം മതി കേട്ടോ, കൂടുതലൊന്നും വെള്ളം വേണ്ട. ഇത് കണ്ടുകൊണ്ട് തിളച്ചതിന് ശേഷം നല്ലോണം വെള്ളം അതിലോട്ട് ഇറങ്ങും. അപ്പം ഞാൻ കാണിച്ചു തരാം. ഞാൻ കൂന്തൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ കൂന്തൽ എന്നൊക്കെ തന്നെയാണ് പറയുക. ഇനി വേറെ ആരെങ്കിലും ഇത് കാണുന്നവർക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടെന്ന് വെച്ചെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. നമ്മുടെ മലപ്പുറത്ത് ഇതിന് കൂന്തൽ എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പം നമ്മൾ ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ കൂന്തൽ ഇടാൻ പോവാണ്. ഇട്ടു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഒന്നും നോക്കണ്ട, നമ്മളത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താണ്ട് കേട്ടോ. അടുപ്പത്തും കൂടെ ആവുമ്പോഴേ അടി പിടിച്ചുമ്പോൾ പിന്നെ മണം കേട്ടിട്ട് അറിയാൻ നിൽക്കണ്ട. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ഇതിൽ വെള്ളം തന്നെ അല്ലല്ലോ, ഇനി കണ്ടോണ്ട് കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ലോണം അതിലേക്കിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ല തിളക്ക് വരുമ്പോൾ കാണിക്കാം. ഇപ്പം നോക്ക്, മൂടി തുറന്നപ്പോൾ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടല്ലേ. ഇത് നമ്മൾ വറ്റോളം നന്നായിട്ട് തിളപ്പിച്ച് വറ്റോളം നമ്മളിത് അടുപ്പത്ത് വെക്കുക. ചെറിയ തീയിൽ മതി കേട്ടോ. ഇനി തിളക്കോളം നല്ല തീയിൽ മതി, ചെറിയ തീയിലിപ്പോൾ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നമ്മളിതിങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ ആവട്ടെ. എന്നിട്ട് നമുക്ക് ഇനി ഇതില്ലേ കുറച്ച് ചാറ് വേണം എന്നുള്ളവർക്ക് ഇത്ര തന്നെ മതി. എന്നിട്ട് ലേസം വെളിച്ചെണ്ണ പാർന്നിട്ട് ഒന്ന് എടുത്ത് വെച്ചാൽ മതി. അല്ലാത്തവർക്ക് ഇത് നല്ലോണം വറ്റി കുറച്ച് മതി നമുക്ക് കായം, അതുപോലെ ചാറ് കുറച്ച് മതി എന്നുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുക,
ഒന്നും കൂടെ അങ്ങനെ വറ്റിച്ചെടുക്കുക. നല്ലോണം തീയിലിടരുത് കേട്ടോ, കുറഞ്ഞ തീയിൽ ഇട്ടാൽ മതി. അപ്പോൾ എനിക്ക് കുറച്ച് ചാറ് വേണം, നമ്മൾ പിന്നെ കുറച്ച് ചാറ് വെച്ചിട്ട് ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എന്നെങ്കിലാണ് ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അങ്ങനെ വറ്റി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പച്ച വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് മൂടി വെച്ചിട്ട് അത് വാങ്ങി വെക്കണം കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്.